നമ്മളെ കടകളിലും മാർക്കറ്റുകളിലൊക്കെ പോയാൽ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ കൂടെ നിറച്ച്, അതായത് നമ്മളെ കൊട്ട നിറച്ചിരിക്കുന്നുണ്ടാവും ഈ ഒരു സംഭവം അല്ലേ, വെള്ളരിക്ക. അപ്പം ഞാനതൊന്ന് വാങ്ങിച്ചു കേട്ടോ. ഈ വിഷുവിന് കണി കാണുന്ന ആ ഒരു ഐറ്റത്തിൽ ഒരു ഐറ്റം ആയതുകൊണ്ടായിരിക്കാം ഈ മാസത്തിലാണ് ഇത് ധാരാളമായിട്ട് വരിക അല്ലേ. അങ്ങനെ ഞാനിതൊന്ന് വാങ്ങിച്ചിട്ടേ ഇതിൻ്റെ പകുതിയാണ് കേട്ടോ കറി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങയും കുറച്ച് ചക്കക്കൂരൊക്കെ ഇട്ടിട്ട് നമുക്ക് കിഡില ഒഴിച്ച് കറിയൊക്കെ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ടേ ഒരു മൺചട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മൺചട്ടിക്ക് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് ആ വെള്ളരിക്കയുടെ പകുതിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അത് 2-3 പച്ചമുളകും അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. നമ്മൾ ചക്കക്കൂര ചേർക്കുന്ന കാരണം കുറച്ച് ഗ്യാസിൻ്റെ ആ ഒരു ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇനിയിപ്പോൾ ചേർത്താലും ഉണ്ടാവുകയൊക്കെ ചെയ്യും. ചക്കക്കുരു എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണല്ലേ, എന്നാലും കുഴപ്പമില്ല, നല്ല ഹെൽത്തിയാണ് കേട്ടോ ചക്കക്കുരു. ഈ ചക്കയുടെ സീസണിലൊക്കെ ചക്കയും ചക്കക്കുരും ഏത് സീസണിലാണോ ഓരോ കായ്കൾ ഉണ്ടാവണം ആ സീസണിൽ ഓരോന്നും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് നമ്മൾ അറിവുള്ളവർ പറയണത് കേട്ടിട്ടുണ്ട് അല്ലേ. പഠിച്ചവർ പറയുമ്പോൾ നമ്മളത് കേൾക്കുകയാണല്ലോ അല്ലേ. അങ്ങനെ നമ്മളിത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അരക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിലേക്ക് ഒരു നുള്ള് നല്ല ജീരകം, ഒരു നുള്ള് നമ്മളെ ഉലുവ, അതും അത് 2-3 വറ്റൽമുളകും 2 ചെറിയ ഉള്ളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വറ്റൽമുളക് എരിവ് വേണ്ടവർക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി ഇടുമ്പോൾ ഒരു മുളക് പൊടിയുടെ കുത്തൽ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറ്റൽമുളക് തേങ്ങയിൽ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മളെ വെള്ളരിക്ക ഒന്ന് വെന്തതിന് ശേഷമാണ് ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു 3-4 കഷ്ണം ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങയും കൂടി ഒരു പകുതി വേവ് ആയതിന് ശേഷമാണ് ഇത് കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ച ചക്കക്കുരുവാണ് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വിസിലടിച്ചാണ്. എന്നിട്ട് അതിട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ ബാക്കി വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതാണ്ട് ഒന്ന് തിളച്ച് സെറ്റാവട്ടെ, അതുവരെ മൂടി വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് തിളച്ച് ഈ തേങ്ങയും അതുപോലെ നമ്മളെ ആ കറിയിലത്തെ ആ ചാറിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് സെറ്റാവോളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്കിതാണ്ട് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കുടിച്ച് നോക്കിയപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കത് തൂമിച്ചൊഴിക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമ്മളെ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാം.